ദൈവത്തിന് സ്തുതി. മറുനാടൻ മലയാളി എന്ന വാർത്താ ചാനലും അവതാരകൻ ഷാജൻ സ്കറിയയും അറിയാത്ത മലയാളികളില്ല. ഈ കഴിഞ്ഞ ദിവസം റാഫേൽ തട്ടിൽ പിതാവിനോട് അദ്ദേഹം ഒരു അഭ്യർത്ഥന നൽകിയത് ഞാൻ കാണാനിടയായി. ഹുസൂർ രൂപതാ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ പൂഴോലിപ്പറമ്പിലിനും അദ്ദേഹത്തിനൊപ്പമുള്ള വിശ്വാസികൾക്കും വേണ്ടിയാണ് ഷാജൻ മറുനാടൻ സംസാരിച്ചത്. അത്തരത്തിലൊരു വിഷയവും കൂടി മാർ റാഫേലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഞാനിപ്പോൾ കാണിക്കുന്നത് ഹുസൂർ രൂപത മെത്രാൻ മാർ സെബാസ്റ്റ്യൻ പൂഴോലിപ്പറമ്പലിന്റെ ഒരു കാർഡാണ്. ആ മെത്രാൻ കേരളത്തിലെ പല ഇടവകകളിലും ഇറങ്ങി പണം പിരിക്കുന്നത് തോമാസ് ലീഹായെ അടക്കിയ മൈലാപ്പൂരിൽ ഒരു പള്ളി പണിയാനാണ്. തോമാസ് ലീഹായെ അടക്കിയ മൈലാപ്പൂരിൽ സ്വന്തമായ ഒരു പള്ളി വേണം എന്നതാണ് അവരുടെ ആഗ്രഹം. ഈ ആഗ്രഹത്തിന് മറുനാടനും കൂടെ നിൽക്കുന്നത് കണ്ടു. മൈലാപ്പൂരിൽ ധാരാളം സീറോ മലബാർ വിശ്വാസികളുണ്ട്. എന്നാൽ അവർക്ക് സ്വന്തമായി അവിടെ ഒരു പള്ളിയില്ല. ഓർത്തഡോക്സ് പള്ളിയിലായിരുന്നു അവിടെയുള്ള സീറോ മലബാർ വിശ്വാസികൾ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അത് തുടരുന്നതിന് തടസ്സം വന്നു. അടുത്തുള്ള CSI പള്ളിയിൽ നിന്ന് അനുമതി ലഭിച്ചെങ്കിലും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളാൽ അതിന് കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ സ്വന്തമായ ഒരു പള്ളി പണിയാൻ രൂപതാ മെത്രാൻ സെബാസ്റ്റ്യൻ പിതാവും ഒപ്പമുള്ള വിശ്വാസികളും ബുദ്ധിമുട്ടുകയാണ്. ഒരുപാട് വിശ്വാസികൾ തങ്ങളുടെ പങ്ക് നൽകി സഹായിച്ചുവെങ്കിലും നമുക്കറിയാം 20 സെന്റിന് 20 കോടിയിലേറെ വില വരുന്ന മൈലാപ്പൂരിൽ ഒരു പള്ളി പണിയുക എന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ മാർ തോമാസ് ലീഹായുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന നമ്മുടെ വിശ്വാസ സമൂഹത്തിന് മാർ തോമാസ് ലീഹായെ അടക്കിയിരിക്കുന്ന നമ്മുടെ മണ്ണായ മൈലാപ്പൂരിൽ ഒരു പള്ളി പണിയുക എന്നത് തീർത്തും അഭിലഷണീയമായ കാര്യമാണ്. മൈലാപ്പൂരിലെ വിശുദ്ധ തോമാസ് ലീഹായുടെ കബറിടം സന്ദർശിച്ച ഒരാളുടെ പ്രതികരണം ഇപ്രകാരമാണ്. കഴിഞ്ഞ വർഷം ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ സംബന്ധിച്ച ശേഷം ഞങ്ങൾ ഗ്രൂപ്പായി മൈലാപ്പൂർ സന്ദർശിക്കുകയുണ്ടായി. മലയാളികൾ ധാരാളം 10,000-കണക്കിന് ആളുകൾ അവിടെ തീർത്ഥാടകരായിട്ട് എത്തുന്നുണ്ട്. എന്നാൽ സീറോ മലബാർ സഭാംഗങ്ങളായ നമുക്ക് അവിടെ വരുന്ന തീർത്ഥാടകർക്ക് ഒരു ആരാധനാലയം, നമുക്ക് സ്വന്തമായ ഒരു ആരാധനാലയം ഇവിടെ ഇല്ല എന്നുള്ള ഒരു കുറവ് എനിക്ക് മനസ്സിൽ തോന്നി. അതുകൊണ്ട് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായം, സീറോ മലബാർ സഭാംഗങ്ങൾ മൈലാപ്പൂരിൽ തീർത്ഥാടനം ചെയ്തതിന് ശേഷം ആരാധനയ്ക്കായി സ്വന്തമായി ഒരു ദേവാലയം അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ സഹോദര സഭകൾക്കൊക്കെ തന്നെ അവിടെ ദേവാലയങ്ങളുണ്ട് എന്നുള്ളവരും സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ നമുക്കും ഒരു ദേവാലയം വേണം എന്ന് നാം ആഗ്രഹിക്കുകയാണ്. ഇതിനുള്ള ഒരു അടിയന്തരമായ ശ്രദ്ധ നമ്മുടെ സഭാധികാരികൾ എടുക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടും തികച്ചും ന്യായമായ ഒരു ആവശ്യമാണിത്. ഈ ദിവസങ്ങളിൽ തട്ടിൽ പിതാവ് പറഞ്ഞതുപോലെ പിതാവിൻ്റെ പ്രത്യേക പോളിസി അനുസരിച്ച് ഒത്തിരി ആഡംബരങ്ങളില്ലാത്ത എന്നാൽ ആത്മീയ ചുറ്റുപാടോടുകൂടി ഒരുങ്ങുന്ന നല്ലൊരു ദേവാലയം തന്നെ മൈലാപ്പൂരിലെ സീറോ മലബാർ വിശ്വാസികൾക്കായി ഒരുങ്ങട്ടെ എന്ന് MJTVയും പ്രാർത്ഥിക്കുന്നു. മറുനാടൻ്റെ അഭ്യർത്ഥനയും തട്ടിൽ പിതാവിൻ്റെ പോളിസിയും ഒത്തുചേരട്ടെ. ദൈവത്തിന് സ്തുതി.